ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷമീർ, ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോപ്പറിനെ കുറിച്ചും അതിൻ്റെ അലോയ്സിനെ പറ്റിയുമാണ്. ലോകത്ത് മിക്ക രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു മെറ്റലാണ് കോപ്പർ. കോപ്പർ പോലെയുള്ള ഒട്ടുമിക്ക മെറ്റലുകളും അതിൻ്റെ തനതായ രൂപത്തിലല്ല നമുക്ക് ഭൂമിയിൽ നിന്നും ലഭിക്കുന്നത്. മറിച്ച് വിവിധ തരത്തിലുള്ള ഓറുകളിൽ നിന്നും നമുക്ക് വിവിധ തരത്തിലുള്ള മെറ്റലുകൾ ലഭിക്കുന്നു. ഓർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും നാച്ചുറലായി ലഭിക്കുന്ന സോളിഡ് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൽ നിന്നും മെറ്റലുകളും വേലബിൾ ആയിട്ടുള്ള മിനറലുകളും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കോപ്പർ ഫെറൈറ്റ്, മാലച്ചൈറ്റ്, അസുറൈറ്റ്സ് എന്നിവ കോപ്പറിൻ്റെ പ്രധാന ഓറുകളാണ്. കോപ്പറിൻ്റെ പ്രധാന ഓറുകളിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ കണ്ടന്റ് എത്രയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കുപ്രൈറ്റ് അഥവാ റെഡ് ഓക്സൈഡ് ഓഫ് കോപ്പർ. ഈ ഓറിൽ 88% കോപ്പർ കണ്ടന്റ് ഉണ്ട്. കോപ്പർ ഗ്ലാൻസിൽ 80% കോപ്പർ കണ്ടന്റും, കോപ്പർ ഫെറൈറ്റിൽ 35% കോപ്പർ കണ്ടന്റും, മാലച്ചൈറ്റിൽ അഥവാ ഗ്രീൻ കാർബണേറ്റ് ഓഫ് കോപ്പർ 56% കോപ്പർ കണ്ടന്റും, അസുറൈറ്റ്സ് അഥവാ ബ്ലൂ മാലച്ചൈറ്റിൽ 55% കോപ്പർ കണ്ടന്റുമാണ് ഉള്ളത്. കോപ്പറിൻ്റെ പ്രധാന ഓറായ ഫെറൈറ്റിൽ നിന്നും കോപ്പർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. The ores, usually ferrites, are kilned and crushed, and they are then calcined in a reverberatory furnace. The calcined ore are mixed with silica and a small quantity of coke. The mixture is then smelted in a blast furnace. ആദ്യമായി കോപ്പർ ഫെറൈറ്റ് ക്ലീൻ ചെയ്യുകയും അതിനുശേഷം പൊടിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു റിവേർബറേറ്ററി ഫർണസിൽ വെച്ച് ഈ ഓറ് കാൽസിൻഡ് ചെയ്യുന്നു. ഒരു ഓറിനെയോ മിനറലിനെയോ ഹീറ്റ് ചെയ്ത് പൗഡർ രൂപത്തിലുള്ള ഒരു മെറ്റാലിക് ഓക്സൈഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് കാൽസിൻഡ്. ഈ കാൽസിൻഡ് ഓറ് സിലിക്കയുമായും ഒരു ചെറിയ ക്വാണ്ടിറ്റി കോക്കുമായും മിക്സ് ചെയ്യുന്നു. ഈ കോക്കും സിലിക്കയും കാൽസിൻഡ് ഓറും ചേർന്ന മിക്സ്ചർ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ച് ഉരുക്കിയെടുക്കുന്നു. ദി മെൽറ്റഡ് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ദ ബെസമ്മർ കൺവേർട്ടർ. ഇറ്റ് ഗീവ്സ് blister copper. The impurities contained in blister copper are removed by melting it in a reverberatory furnace in presence of air. ബെസംബർ കൺവേർട്ടറിൽ വെച്ച് ഈ മെൽറ്റായ മെറ്റൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും ബ്ലിസ്റ്റർ കോപ്പർ ലഭിക്കുകയും ചെയ്യുന്നു. ഈ ബ്ലിസ്റ്റർ കോപ്പർ റിവേർബറേറ്ററി ഫർണസിൽ എയറിൻ്റെ പ്രസൻസിൽ മെൽറ്റ് ചെയ്യുന്നത് വഴി അതിൽ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. ദ സ്ലാഗ് ഈസ് റിമൂവ്ഡ് ആൻഡ് പ്യുവർ കോപ്പർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അബൌട്ട് 99.7% ഈസ് ഒബ്റ്റൈൻഡ്. വെരി പ്യുവർ കോപ്പർ ഓർ 100% കോപ്പർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോലിസിസ്. സ്ലാഗ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ 99.7% പ്യുവർ ആയ കോപ്പർ നമുക്ക് ലഭിക്കുന്നു. ഇലക്ട്രോലിസിസ് പ്രോസസ്സ് കൂടി ചെയ്യുമ്പോൾ 100% കോപ്പർ അഥവാ വെരി പ്യുവർ കോപ്പർ നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി കോപ്പറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 1083 ഡിഗ്രി സെൽഷ്യസും ബോയിലിംഗ് പോയിൻ്റ് 2300 ഡിഗ്രി സെൽഷ്യസുമാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 8.92. It becomes brittle just below its melting point. It can be worked in hot or cold condition, but it cannot be welded. കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ, അതായത് 1083 ഡിഗ്രി സെൽഷ്യസിന് തൊട്ട് താഴെയുള്ള ടെമ്പറേച്ചറിൽ വെച്ച് കോപ്പർ ബ്രിട്ടിലാകുന്നു. ബ്രിട്ടിലാകുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊട്ടിപ്പോകുന്നു എന്നാണ്. ചൂടുള്ളതും തണുപ്പുള്ളതുമായ കണ്ടീഷനുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും കോപ്പർ വെൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല.
It has a peculiar reddish brown color. It is a good conductor of heat and electricity. ഒരു പ്രത്യേക റെഡിഷ് ബ്രൗൺ കളറാണ് കോപ്പറിനുള്ളത്. ഹീറ്റും ഇലക്ട്രിസിറ്റിയും നല്ല രീതിയിൽ കടത്തിവിടുന്ന ഒരു മെറ്റലാണ് കോപ്പർ. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വയറുകളുടെ നിർമ്മാണത്തിനും ബോയിലറുകളുടെ ഫയർ ബോക്സുകളും വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസുകളും ഉണ്ടാക്കുന്നതിനുമായി വളരെയധികമായി കോപ്പർ ഉപയോഗിച്ചു വരുന്നു. ഇറ്റ് ഈസ് നോട്ട് അറ്റാക്ക്ഡ് ബൈ ഡ്രൈ എയർ, ബട്ട് മോയ്സ്റ്റ് എയർ ഗീവ്സ് എ ഗ്രീൻ കോട്ടിംഗ് ടു ദ കോപ്പർ സർഫസ്. ഡ്രൈ എയർ കോപ്പറിനെ യാതൊരു വിധത്തിലും അറ്റാക്ക് ചെയ്യുന്നില്ല, പക്ഷേ മോയ്സ്റ്റ് എയർ കോപ്പറിൻ്റെ സർഫസിൽ ഒരു പച്ച നിറത്തിലുള്ള കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് അറ്റാക്ക്ഡ് ബൈ വാട്ടർ അറ്റ് എനി ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് മാലിയബിൾ, ഡക്റ്റൈൽ ആൻഡ് എക്സ്ട്രീംലി സോഫ്റ്റ്. ഏത് ടെമ്പറേച്ചറിലും വാട്ടർ കോപ്പറിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. മാലിയബിളും ഡക്റ്റൈലും സോഫ്റ്റുമായ ഒരു മെറ്റലാണ് കോപ്പർ. അടിച്ച് പരത്താൻ സാധിക്കുന്ന മെറ്റലുകളെയാണ് മാലിയബിൾ മെറ്റൽ എന്ന് പറയുന്നത്. വളയ്ക്കാൻ സാധിക്കുന്ന, വലിച്ചു നീട്ടാൻ സാധിക്കുന്ന മെറ്റലുകളെയാണ് ഡക്റ്റൈൽ മെറ്റൽ എന്നും പറയുന്നത്. അടുത്തതായി കോപ്പറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ദ മാർക്കറ്റ് ഫോം ഓഫ് എ കോപ്പർ ആർ ഇൻഗോട്ട്സ്, ഷീറ്റ്സ്, ട്യൂബ്സ് ആൻഡ് വയേഴ്സ്. Copper extensively used for making electric cables, alloys, household utensils, electroplating, lightning conductors, dowels in masonry, blocks of painting, etc. പൊതുവിപണിയിൽ ഇൻഗോട്ട്, ഷീറ്റ്, ട്യൂബ്, വയർ എന്നീ രൂപങ്ങളിലാണ് നമുക്ക് കോപ്പർ ലഭിക്കുക. ഇലക്ട്രിക് കേബിളുകളുടെ നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സുകളിലും കോപ്പർ വളരെയധികമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ കൽപ്പണികളിൽ ആണിയായും പെയിൻറ്റിംഗ് ബ്ലോക്സിൻ്റെ നിർമ്മാണത്തിനും കോപ്പർ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പർ അലോയ്സിനെ പറ്റിയാണ്. കോപ്പർ അലോയ്സ് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത്. ബ്രാസസ് അഥവാ പിച്ചള, രണ്ടാമത്തേത് ബ്രോസസ് അതായത് വെങ്കലം. കോപ്പറും സിങ്കുമാണ് ബ്രാസിൻ്റെ പ്രധാന എലമെൻറ്റ്സ്. കോപ്പറും ടിന്നുമാണ് ബ്രോൺസിലുള്ള പ്രധാന എലമെൻറ്റ്സ്. ബ്രാസസ്. ദ ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ആൻഡ് മൈനർ പെർസെൻറ്റേജ് ഓഫ് അതർ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ടിൻ മേ അണ്ടഡ്. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോപ്പർ അലോയ്. കോപ്പറിൻ്റെ ഒരു പ്രധാന അലോയാണ് ബ്രാസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കോപ്പറും സിങ്കും വളരെ കുറച്ച് പെർസെൻറ്റേജ് മറ്റു എലമെൻസും അടങ്ങിയ ഒരു കോപ്പർ അലോയാണ് ബ്രാസ്. ബ്രാസിൽ ടിന്നിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. വളരെയധികമായി ഉപയോഗിക്കുന്ന ഒരു കോപ്പർ അലോയ് കൂടിയാണ് ബ്രാസ്. ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ കോപ്പർ ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ. ഇറ്റ് പോസസ് ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. വെരി ഓഫൺ 1-3% lead is added to brass for improving its machining property. ബ്രാസ് കോപ്പറിനേക്കാൾ സ്ട്രോങ്ങർ ആയതിനാൽ ഇവ സ്ട്രക്ചറൽ ആപ്ലിക്കേഷന് ഉപയോഗിക്കുന്നു. തുരുമ്പ് പിടിക്കുന്നത് നല്ല രീതിയിൽ തടയുവാൻ ബ്രാസിന് സാധിക്കുന്നു. ബ്രാസിൻ്റെ മെഷീനിങ് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്നതിനായി പലപ്പോഴും 1-3% വരെ ലെഡ് ആഡ് ചെയ്യാറുണ്ട്. ബ്രാസിൻ്റെ കോമൺ ആയ കുറച്ച് വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, കാട്രിഡ്ജ് ബ്രാസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 70% കോപ്പർ ആൻഡ് 30% സിങ്ക്. ഇറ്റ് ഈസ് ഡക്റ്റൈൽ ആൻഡ് പോസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാട്രിഡ്ജ്, ട്യൂബ്സ്, സ്പ്രിംഗ് എക്സെട്ര. കാട്രിഡ്ജ് ബ്രാസ് ഉണ്ടാക്കിയിരിക്കുന്നത് 70% കോപ്പർ കൊണ്ടും 30% സിങ്ക് കൊണ്ടുമാണ്. നന്നായി വളയ്ക്കാൻ സാധിക്കുന്നതും വലിച്ചു നീട്ടാവുന്നതുമായ ഒരു അലോയാണ് കാട്രിഡ്ജ് ബ്രാസ്. കാട്രിഡ്ജ്, ട്യൂബ്, സ്പ്രിങ് എന്നിവ ഉണ്ടാക്കുന്നതിനായി കാട്രിഡ്ജ് ബ്രാസ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ഡെൽറ്റ മെറ്റൽ. ഇറ്റ് കണ്ടെയ്ൻസ് 60% കോപ്പർ, 37% zinc and 3% iron.
its resistance to corrosion is high. It may even be used in place of mild steel to resist corrosion. ഡെൽറ്റ മെറ്റലിൽ 60% കോപ്പറും 37% സിങ്കും 3% അയണുമാണ് ഉണ്ടാകുക. ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ മൈൽഡ് സ്റ്റീലിനു പകരം കൊറോഷൻ റെസിസ്റ്റൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെൽറ്റ മെറ്റൽ ഉപയോഗിക്കാറുണ്ട്. ലോ ബ്രാസ്. ഇറ്റ് കണ്ടെയ്ൻസ് 80% copper and 20% zinc. It is moderately strong and it is used for pump lines, ornamental metal works and musical instruments. ലോ ബ്രാസിൽ 80% കോപ്പറും 20% സിങ്കുമാണ് അടങ്ങിയിരിക്കുക. സ്ട്രോങ് ആയ ഈ അലോയ് പമ്പ് ലൈൻസ്, ഓർണമെൻ്റൽ മെറ്റൽ വർക്ക്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. അടുത്തത് മുൻസ് മെറ്റൽ ഓർ യെല്ലോ മെറ്റൽ. ഇറ്റ് കണ്ടെയ്ൻസ് 60% കോപ്പർ ആൻഡ് 40% സിങ്ക്. ഇറ്റ് ഹാസ് ഹൈ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാസ്റ്റിംഗ്, കണ്ടൻസർ ട്യൂബ്സ് എക്സെട്ര. ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ അലോയ് ഫോർ ഹോട്ട് വർക്കിംഗ് പ്രോസസ്. 60% കോപ്പറും 40% സിങ്കും അടങ്ങിയ കോപ്പറിൻ്റെ ഒരു അലോയാണ് മുൻസ് മെറ്റൽ അഥവാ യെല്ലോ മെറ്റൽ എന്ന് പറയുന്നത്. നല്ല സ്ട്രെങ്ത്തുള്ള ഈ അലോയ് കാസ്റ്റിങ്ങിന് വേണ്ടിയും കണ്ടൻസർ ട്യൂബുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ഹോട്ട് വർക്കിംഗ് പ്രോസസ്സുകളിൽ ഉപയോഗിക്കുന്ന വളരെ പോപ്പുലറായ ഒരു അലോയ് കൂടിയാണ് മുൻസ് മെറ്റൽ അഥവാ യെല്ലോ മെറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് നേവൽ ബ്രാസ്. ദിസ് ഈസ് ആൻ എക്സംഷൻ ടു ദ ജനറൽ റൂൾ ഫോർ ബ്രാസ്. ഇറ്റ് കണ്ടെയ്ൻസ് അബൌട്ട് 1% of tin. When 1% of tin is added to muns metal, it is called the naval brass. When 1% of tin is added to cartridge brass, it is called the admiralty metal. It is used for marine and engineering castings such as condenser tubes, pump parts, motorboat shafting, etc. ബ്രാസിൻ്റെ ജനറൽ റോൾസിന് വ്യത്യസ്തമായ ബ്രാസിൻ്റെ ഒരു വെറൈറ്റിയാണ് നേവൽ ബ്രാസ്. കാരണം നമ്മൾ മുമ്പ് പഠിച്ചത് ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ടിന്നൊഴികെ കുറച്ച് പെർസെൻറ്റേജ് മറ്റു ചില എലമെൻസും അടങ്ങിയ ഒരു അലോയാണെന്നാണ്. എന്നാൽ നേവൽ ബ്രാസിൽ ബ്രാസിൻ്റെ ഈ ജനറൽ റൂൾസിന് വിപരീതമായി 1% ടിന്ന് അടങ്ങിയിരിക്കുന്നു. മുൻസ് മെറ്റലിനോടൊപ്പം 1% ടിൻ ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു അലോയാണ് നേവൽ ബ്രാസ്. കാറ്റേജ് ബ്രാസിലോട്ട് 1% ടിൻ ആഡ് ചെയ്താൽ കിട്ടുന്ന അലോയാണ് അഡ്മിറാൽറ്റി മെറ്റൽ. കണ്ടൻസർ ട്യൂബുകൾ, പമ്പ് പാർട്ട്, മോട്ടോർ ബോട്ട് ഷാഫ്റ്റിംഗ് പോലെയുള്ള എഞ്ചിനീയറിംഗ് കാസ്റ്റിങ്ങിനും മറൈൻ പർപ്പസുകൾക്കും നേവൽ ബ്രാസ് ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്ന ബ്രാസിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബ്രാസ് അല്ലെങ്കിൽ റെഡ് മെറ്റലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് 85% കോപ്പർ ആൻഡ് 50% സിങ്ക്. ഇറ്റ് റെസിസ്റ്റ് ഫേർമലി ദ ആക്ഷൻ ഓഫ് കൊറോഷൻ ആൻഡ് ഈസ് സുപ്പീരിയർ ടു കോപ്പർ ഫോർ ഹാൻഡ്ലിംഗ് വാട്ടർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലംബിംഗ് ലൈൻസ്, ഇലക്ട്രിക്കൽ സോക്കറ്റ്സ് എക്സെട്ര. 85% കോപ്പറും 15% സിങ്കുമാണ് റെഡ് ബ്രാസ് അഥവാ റെഡ് മെറ്റലിൽ ഉണ്ടാകുക. നല്ല രീതിയിൽ കൊറോഷൻ തടയുവാനും കോപ്പറിനേക്കാൾ നല്ല രീതിയിൽ വെള്ളത്തെ ഹാൻഡിൽ ചെയ്യുവാനും റെഡ് ബ്രാസിന് സാധിക്കുന്നു. ഇലക്ട്രിക്കൽ സോക്കറ്റുകളും പ്ലംബിംഗ് ലൈൻസും ഉണ്ടാക്കുന്നതിനായി ഈ അലോയ് ഉപയോഗിക്കുന്നു. വൈറ്റ് ബ്രാസ്. ഇറ്റ് കണ്ടെയ്ൻസ് 10% കോപ്പർ ആൻഡ് 90% സിങ്ക്. അഡീഷൻ ഓഫ് കോപ്പർ മേക്സ് ഇറ്റ് ഹാർഡ് ആൻഡ് സ്ട്രോങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓർണമെൻ്റൽ വർക്ക്. 10% കോപ്പറും 90% സിങ്കും ആണ് വൈറ്റ് ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത്. കോപ്പർ ആഡ് ചെയ്യുന്നത് മൂലം ഈ മെറ്റൽ ഹാർഡും സ്ട്രോങ്ങും ആകുന്നു. ഓർണമെൻ്റൽ വർക്കിന് ഈ മെറ്റൽ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് യെല്ലോ ബ്രാസ്. ഇറ്റ് കണ്ടെയ്ൻസ് 65% കോപ്പർ ആൻഡ് 35% സിങ്ക്. ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 8.47. It is very strong. It is also known as common high brass or standard brass. It is used for plumbing accessories, lamp fixtures, grill work, screws, rivets, tubes, etc.
65% കോപ്പറും 35% സിങ്കും അടങ്ങിയ ബ്രാസിൻ്റെ ഒരു വെറൈറ്റിയാണ് യെല്ലോ ബ്രാസ് എന്ന് പറയുന്നത്. യെല്ലോ ബ്രാസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 8.47 ആണ്. വളരെ സ്ട്രോങ് ആയ ഈ അലോയ് കോമൺ ഹൈ ബ്രാസ് എന്നും സ്റ്റാൻഡേർഡ് ബ്രാസ് എന്നും അറിയപ്പെടുന്നു. പ്ലംബിംഗ് അക്സസറീസ്, ലാമ്പ് ഫിക്സ്ചേഴ്സ്, ഗ്രില്ല് വർക്ക്, സ്ക്രൂസ്, ട്യൂബ്സ്, റിവറ്റ്സ് എന്നിവയുടെ നിർമ്മാണത്തിൽ യെല്ലോ ബ്രാസ് ഉപയോഗിക്കുന്നു. നമ്മളിനി നോക്കാൻ പോകുന്നത് ബ്രോൺസ് അഥവാ വെങ്കലത്തെ പറ്റിയാണ്. ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ ആൻഡ് മൈനർ പെർസെൻറ്റേജ് ഓഫ് അതർ എലമെൻറ്റ്സ് എക്സെപ്റ്റ് സിങ്ക് മേ ബി അണ്ടർ. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും കുറച്ച് പെർസെൻറ്റേജ് മറ്റ് എലമെൻറ്റ്സും ചേർന്ന ഒരു അലോയാണ്. ബ്രോൺസിൽ സിങ്ക് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്കിനി ബ്രോൺസിൻ്റെ ചില വെറൈറ്റികൾ നോക്കാം. ആദ്യമായി ബെൽ മെറ്റൽ. ഇറ്റ് കണ്ടെയ്ൻസ് 82% കോപ്പർ ആൻഡ് 18% ടിൻ. ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ. ഇറ്റ് പോസസ് റെസൊണൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബെല്ല്. ബെൽ മെറ്റലിൽ 82% കോപ്പറും 18% ടിന്നുമാണ് ഉണ്ടാകുക. ഹാർഡും ബ്രിട്ടിലുമായ ഈ അലോയ് റെസൊണൻസ് ഉണ്ടാക്കുന്നു. റെസൊണൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കുന്നു എന്നാണ്. റെസൊണൻസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ബെല്ലുകൾ ഉണ്ടാക്കുന്നതിനായി ബെൽ മെറ്റൽ ഉപയോഗിക്കുന്നു. ഗൺ മെറ്റൽ. ഇറ്റ് കണ്ടെയ്ൻസ് 88% കോപ്പർ, 10% ടിൻ ആൻഡ് 2% സിങ്ക്. ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ ജനറൽ റൂൾ ഓഫ് ബ്രോൺസ്. ബ്രോൺസിൻ്റെ ജനറൽ റൂൾസിന് വ്യത്യസ്തമായി ഗൺ മെറ്റലിൽ സിങ്ക് അടങ്ങിയിരിക്കുന്നു. 88% കോപ്പറും 10% ടിന്നും 2% സിങ്കുമാണ് ഗൺ മെറ്റലിൽ ഉണ്ടാകുക. ഇറ്റ് ഈസ് ടഫ്, സ്ട്രോങ് ആൻഡ് ഹാർഡ്. ഇറ്റ് റെസിസ്റ്റ് ദ കൊറോഷൻ ബൈ ദ സീ വാട്ടർ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സൗണ്ട് കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബെയറിങ്സ്, ബോൾട്ട്സ്, നെറ്റ്സ്, ബുഷിംഗ് ആൻഡ് ഫോർ മെനി ഐറ്റംസ് ഇൻ naval construction. This alloy was used for casting into cannons in the Middle Age. It is so called gunmetal. ടഫും സ്ട്രോങ്ങും ഹാർഡുമായ ബ്രോൺസിൻ്റെ ഈ അലോയ് സീ വാട്ടർ മൂലമുണ്ടാകുന്ന കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നു. സൗണ്ട് കാസ്റ്റിങ്ങിന് സ്യൂട്ടബിളായ ഈ അലോയ് ബിയറിങ്സ്, ബോൾട്ട്, നെറ്റ്, ബുഷിംഗ് എന്നിവയ്ക്കും കൂടാതെ നേവൽ കൺസ്ട്രക്ഷനിൽ ആവശ്യമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നതിനുമായി ഉപയോഗിക്കുന്നു. മിഡിൽ ഏജിൽ ഈ അലോയ് തോക്കുകളുടെ കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആയതുകൊണ്ട് ഈ അലോയ്ക്ക് ഗൺമെറ്റൽ എന്ന് പേര് ലഭിച്ചു. നമ്മളിനി നോക്കുന്നത് മാംഗനീസ് ബ്രോൺസിനെ പറ്റിയാണ്. 56 മുതൽ 60% വരെ കോപ്പറും ബാക്കി സിങ്കുമാണ് മാംഗനീസ് ബ്രോൺസിൽ ഉണ്ടാകുക. കോപ്പറിനും സിങ്കിനും പുറമെ മാക്സിമം 1% മാംഗനീസും 0.05 മുതൽ 1% വരെ അലുമിനിയവും മാക്സിമം 0.4% ലെഡും 0.4% മുതൽ 1% വരെ അയണും മാംഗനീസ് ബ്രോൺസിൽ ഉണ്ടാകും. ദിസ് അലോയ് റെസിസ്റ്റ് കൊറോഷൻ ബൈ സീ വാട്ടർ. ഇറ്റ് ഈസ് നോട്ട് അറ്റാക്ക്ഡ് ബൈ ഡൈല്യൂട്ട് ആസിഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ഷിപ്പ് ഫിറ്റിംഗ്സ്, ഷാഫ്റ്റ്, ആക്സിൽസ് എക്സെട്ര. സീ വാട്ടർ മൂലമുണ്ടാകുന്ന കൊറോഷൻ തടയുവാൻ സാധിക്കുന്ന ഈ അലോയ് ഡൈല്യൂട്ട് ആസിഡിനാൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല. വിവിധ തരത്തിലുള്ള ഷിപ്പ് ഫിറ്റിംഗ്സിനും ഷാഫ്റ്റുകളും ആക്സിലുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി മാംഗനീസ് ബ്രോൺസ് ഉപയോഗിക്കുന്നു. ഫോസ്ഫർ ബ്രോൺസ്. ഇറ്റ് കണ്ടെയ്ൻസ് 89% കോപ്പർ ആൻഡ് 10% ടിൻ ആൻഡ് 1% phosphorus. This alloy is hard and strong. It resists corrosion by seawater. It is used for subaqueous construction and because of high endurance limit. It can be also used for spring, gear, bearings, etc. 89% കോപ്പറും 10% ടിന്നും 1% ഫോസ്ഫറസുമാണ് ഫോസ്ഫർ ബ്രോൺസിൽ ഉണ്ടാകുക. ഹാർഡും സ്ട്രോങ്ങുമായ ഈ അലോയ് സീ വാട്ടർ മൂലമുണ്ടാകുന്ന കൊറോഷൻ തടയുന്നു. ഫോസ്ഫർ ബ്രോൺസിന് ഹൈ എൻഡുറൻസ് ലിമിറ്റ് ഉള്ളതിനാൽ വെള്ളത്തിനടിയിലുള്ള കൺസ്ട്രക്ഷന് ഇവ ഉപയോഗിക്കുന്നു. സ്പ്രിങ്, ഗിയർ, ബിയറിംഗ്
എന്നിവയുടെ നിർമ്മാണത്തിനും ഫോസ്ഫർ ബ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. Speculum metal. It contains 67% copper and 33% tin. It is silvery in color. It has a high refractive surface when polished. 67% കോപ്പറും 33% ടിന്നുമാണ് സ്പെക്കുലം മെറ്റലിൽ ഉണ്ടാകുക. സിൽവറി കളറാണ് ഈ അലോയ്ക്ക് ഉള്ളത്. സ്പെക്കുലം മെറ്റൽ പോളിഷ് ചെയ്യുകയാണെങ്കിൽ ഹൈ റിഫ്ലാക്റ്റീവ് സർഫസ് ഉള്ളതായി കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിച്ചത് കോപ്പർ അലോയ്സിനെ പറ്റിയുമാണ്. അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.